എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ, അടിക്കാൻ കൊടുക്കണ്ടേ, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു, അതിന് 11,000 രൂപ വേണം, അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷാജിയുടെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് മഹറൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പുറമേ ആയിട്ട് കുറെ ഇന്റർവ്യൂവിലൊക്കെ പുള്ളിക്കാരി വന്നിട്ട്, പിന്നെ ഞാൻ ഒരു 2-3 ചാനലിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കുറച്ച് 2-3 ചാനലുകാർ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ കണ്ട ഉടനെ ഓർത്ത് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാന്ന്. പക്ഷെ അത് ചെയ്യാതിരുന്നത് നന്നായി. കാര്യം എന്താ വെച്ചാൽ അതിനേക്കാളും വലിയൊരു ന്യൂസാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഇന്ന് തന്നെയാണ് ഞാൻ ആ ഇന്റർവ്യൂ കണ്ടതും, പിന്നെ അല്ലാണ്ട് അതിന് പുറമെയാണ് ഇത് ഈ ഒരു വീഡിയോ വന്നതും. അപ്പൊ അതെന്താ സംഭവം എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഷാജിയുടെ കല്യാണം കഴിഞ്ഞെന്നാണ് ആ ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞത്. 2-3 ഇന്റർവ്യൂ ഉണ്ട്. ആ 2-3 ഇന്റർവ്യൂവിലും വന്ന് പറഞ്ഞിരിക്കുന്നത് ഷാജിയുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ആങ്കർ ചോദിക്കുന്നുണ്ട്, ആങ്കർ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു ചാനൽ, അത് അതിനെക്കുറിച്ച് അതിന്റെ പേര് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ആ ചാനലുകാര് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അതിന്റെ ആങ്കർ പുള്ളി ആങ്കർ ആയിരുന്നു. പിന്നെ ആ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞത്, ചോദിച്ച് എന്താണ് ഇത്, പിന്നെ കല്യാണം മഹർ ഇട്ടെന്നൊക്കെ അറിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു, എങ്ങനെയുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ചെറുക്കന്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞെന്ന് ഉറപ്പാണ്, അത് സത്യമാണ് എന്ന് എനിക്ക് തോന്നിയതല്ല, അതാണ് സത്യം. കാര്യം മഹറിനകത്ത് പേരടിച്ചിട്ടുണ്ട്, അത് എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു ആ പേര്, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വേണ്ട, അത് ഞാൻ പിന്നെ റിവീൽ ചെയ്യാം, ഇപ്പൊ ഞാൻ റിവീൽ ചെയ്യുന്നില്ല, എന്റെ ചാനലിൽ കൂടെ ഞാൻ റിവീൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ചെറുക്കൻ ദുബായിൽ എന്തോ വർക്ക് ചെയ്യുകയാണ്. 26 വയസ്സേ ഉള്ളൂ. ഷാജിദയ്ക്ക് 32 വയസ്സ്. അപ്പം പിന്നെ ദുബായില് എന്തോ ഒരു ജോബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ജോബ്, അവിടെ പാർട്ട്ണർഷിപ്പിൽ എന്തോ ജോലിയാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്നത്, അവൻ 15 ദിവസത്തിന് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഒരു 4-5 മാസത്തെ റിലേഷൻ ആണുള്ളത്. പിന്നെ സ്റ്റാറ്റസ് എങ്ങാണ്ട് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എങ്ങാണ്ട് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചു. ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് പറഞ്ഞത്, ഭയങ്കര സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അത് റിയൽ ആയിട്ട് തന്നെ തോന്നി കേട്ടോ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂടെ, അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ പിന്നെ പറയുന്ന ഒരു കാര്യം, പിന്നെ ഇവനിക്ക് ഞാൻ കുറെ കാശ് കൊടുത്തിട്ടുണ്ട്, ഇവനിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാശ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവർക്ക് എന്തോ ഒരു അത്യാവശ്യത്തിന് ഓപ്പറേഷൻ അങ്ങനെ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങൾക്കൊക്കെ ഇവനും കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാശുകൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും, ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അവൻ നാട്ടിൽ വന്ന് അറിയാണ്ടാണ് കല്യാണം കഴിച്ചത്, അവന്റെ വീട്ടിൽ അറിയാണ്ടാണ് കല്യാണം കഴിച്ചത്. പിന്നെ അത് ഓൺലൈനിൽ ഇവര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴത്തേക്കും വീട്ടുകാർ അറിഞ്ഞെന്നും പറയുന്നുണ്ട്. ഇവര് കോഴിക്കോട് കണ്ണൂർ എന്തോ വെച്ചാണ് നിക്കാഹ് കഴിഞ്ഞതെന്നും പറയുന്നുണ്ട്. ഇവന്റെ വീട് കണ്ണൂരുകാരനാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ നോക്കും. അപ്പൊ ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്, ഇത് ചിലപ്പോൾ കൊച്ചു പ്രായത്തിൽ തോന്നുന്ന ഒരു തെറ്റാണ്, ഇനി വേറെ കല്യാണം കഴിക്കുമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അവൻ വേണേ കല്യാണം കഴിച്ചോട്ടെ, പക്ഷെ അവൻ എൻ്റെ അടുത്ത് തന്നെ വരും എന്നൊക്കെ പറയുന്നു. പിന്നെ അപ്പം ആങ്കർ പറയുന്നത്, അത് ശരിയല്ലല്ലോ, അത് തെറ്റല്ലേ, കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ അടുത്തുനിന്ന് ആ ചെറുക്കൻ വരുന്നതൊക്കെ വലിയ തെറ്റല്ലേ എന്ന് പറഞ്ഞപ്പോൾ, എന്നാ പിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കത്തില്ല, അവനെ കൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല, അതിന് ലീഗലായിട്ട് എനിക്ക് മുൻപോട്ട് പോകാമല്ലോ, അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതും പോട്ടെ, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളിക്കാരി ഇന്ന് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. സംഭവം അവര് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞത് വെറുതെ ആണെന്ന്. ഇപ്പൊ ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ ഇവര് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇക്കാര്യം പറയരുതായിരുന്നു. ഇപ്പൊ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല, ഞാൻ എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, താലി എന്ന് പറഞ്ഞത് ചുമ്മാതാണ്, ഞാൻ വെറുതെ എനിക്ക് ഒരുപാട് കോളുകളും ഒരുപാട് പേര് എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, എന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരുപാട് മോശം രീതിയിലൊക്കെ വരുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതിൽ നിന്നൊരു രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസമായിട്ട് തോന്നുന്നില്ല. ഇവര് വെറും എന്തോ മാനസിക രോഗിയാണെന്നാണ് തോന്നുന്നത്. കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയോ പേര് ഇപ്പൊ ഇവര് കൂടുതൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പിന്നെയും ആൾക്കാരറിയും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള, ഈ 1 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഇവർക്കുണ്ട്. ഈ മണ്ടന്മാരാണോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നാണ്. കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു പെരും കള്ളിയുടെ കൂടെ
പിന്നെ എന്താണ് ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുക, പിന്നെ വേറെ എന്തൊക്കെയോ ദുരൂഹതകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് കണ്ട വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഒരു 7 മിനിറ്റ് വീഡിയോ ഉണ്ട് കേട്ടോ, ഒരു 7 മിനിറ്റ് വീഡിയോ ഉണ്ട്. പക്ഷെ ഞാൻ അത്രയൊന്നും കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുറേ പേര് എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളും. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻ്റർവ്യൂവിലോ ഏതാ ചെറുക്കൻ ഏതാണോ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പറയാനാണ് ഞാൻ വന്നത്. എന്താണെന്ന് പറയാന്ന് വെച്ചാൽ, മെയിനായിട്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത്, ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേര് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ, അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ, അവരാണ് എടുത്തിട്ടത്. ഷോർട്ട് വീഡിയോ, അതിൻ്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് എറണാകുളത്ത് കൊച്ചിയിലാണ്. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലത്തെ ചെറുക്കനാണ്, അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കുറേ ചാനൽ ആര് എടുത്തിട്ടതാണ്. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം, എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം എനിക്ക് അവർക്കൊരു, പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇൻ്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഷാള്, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. പക്ഷെ ഇത് ഒരുപാട് എന്താ പറയുക വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറുക്കൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കിയത് സർഫലി, കാസർഗോഡുള്ള ചെറുക്കനാണ്. അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചത്, താലി, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത്. പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പിന്നെ വേറെ ഇപ്പം അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. ഹണി ട്രാപ്പ്, അവന് ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു. അവൻ്റെ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ്, കുടുക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്. പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരുടെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ചോദിക്കും.
തെറ്റാണ് ചെയ്തത്. എന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു. പക്ഷെ പിന്നെ 10-26 വയസ്സായ ചെക്കൻ്റെ ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നോ അല്ലെങ്കിൽ ഞാനൊരു വോയിസ് ഓവർ അതിൽ കൊടുത്തിട്ടില്ല. ഒരിക്കലും ഞാനത് ചെയ്യാത്തിടത്തോളം കാലം, ഞാൻ എൻ്റെ വായം കൊണ്ട് പറയാത്തിടത്തോളം കാലം ഒരിക്കലും അവൻ എന്നെ കല്യാണം കഴിച്ചു എന്നോ ആവില്ല. ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു. പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു, രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഇപ്പൊ അറപ്പും വെറുപ്പും ദേഷ്യവും തോന്നിക്കൊണ്ടിരിക്കുക. കാര്യം അവരെന്താണ് ഇത്രയ്ക്കുള്ള ബുദ്ധിയുള്ള അവർക്കൊന്ന് ആലോചിക്കുക. നമ്മളൊക്കെ വെറും മണ്ടന്മാരാക്കി കളയുന്ന രീതിയിൽ അവർ വന്ന് ഒരു ദിവസം പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചെന്ന്, ഒരു ദിവസം പറഞ്ഞ എന്റെ ഇക്കായെന്ന് പറഞ്ഞ ജീവനാണ്, അങ്ങനെയാണ്, മറ്റേതാണ്, ആനയാണ്, ചേങ്ങിനെയാന്ന് പറഞ്ഞ, ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, 26 വയസ്സുള്ള പയ്യൻ. ഇതൊക്കെ വെറുതെയാന്നാ പറയുന്നത്. ഇതെങ്ങനെ വിശ്വസിക്കും ഇവര് വെറുതെയാന്ന് പറയുന്നത്? പിന്നെ ഒരു ഫോട്ടോ കണ്ടായിരുന്നു ഇവരുടെ ചാനലിൽ, മൈ ലവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് നേരെ അത് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ ഇവര് തന്ത്രപൂർവ്വം അത് ഡിലീറ്റ് ചെയ്തു. ഇതിനകത്ത് വന്നേക്കുന്ന അവനുമായിട്ട് തോളത്ത് പിടിച്ച് നിൽക്കുന്ന, അവനുമായിട്ട് കറങ്ങുന്നു, ഊഞ്ഞാലാടുന്നു, കറങ്ങി നടക്കുന്നു, ഹോട്ടലിൽ പോയി ഫുഡ് അടിക്കുന്നു, ഇതൊക്കെ അവര് വീഡിയോ ഇട്ടതിന് ശേഷം ഇതൊക്കെ കാണുന്നവർ എന്തൊക്കെ പൊട്ടന്മാരാണോ എന്നാണ് ഇവർക്ക് ബോധമില്ലേ? നിങ്ങളുടെ ഒരു നിലവാരം എന്ന് പറയുന്നുണ്ടല്ലോ, വെറും നിങ്ങളുടെ സംസാര രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കൊരു ശരിക്കും നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ഇല്ല. അതൊന്നാമത്തെ കാര്യം. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നതല്ല അവര് പിന്നെ പറയുന്നവർ അത് കഴിഞ്ഞ് പറയുന്നത്. ഇവർക്ക് തന്നെ ഒരു എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. ബാക്കി വീഡിയോ കൂടെ കണ്ടു നോക്കാം. പിന്നെ മെയിനായിട്ട് ഇത് എടുത്തിട്ടത് സൂഫി സഫർ ചാനലാണ്. അപ്പൊ അയാളാണ് ഇത് മെയിനായിട്ട് എടുത്ത് പ്രചരിപ്പിച്ചത്. കാരണം അതിന്റെ ആവശ്യം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാള് എന്നോട് വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് ഒരു ബ്രദർ എന്ന രീതിയിൽ ഞാൻ അയാളോട് ഇന്ന ആളാണ് എങ്ങനെയെന്നൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു. പക്ഷെ അയാളോട് വീഡിയോ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളാണ് വീഡിയോ എടുത്തിട്ടത്. അപ്പോൾ എന്താ പറയാ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വേറെ എന്താ പറയാ, അത്രയൊക്കെ വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നാളെ മറ്റന്നായിട്ട് ഇന്റർവ്യൂ വരും. അതിൽ നിങ്ങൾ കണ്ടോളി ഫുള്ള്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇന്റർവ്യൂ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ കാര്യങ്ങളും നിന്റെ ചാനൽ, ഞാൻ എന്താ പറയുക, ഇന്റർവ്യൂവിലാണല്ലോ ഈ കല്യാണത്തിനെ കുറിച്ച് ഫുൾ പറയുന്നത്. അപ്പം ഞാൻ ആ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ ഞാൻ പറയുന്നുണ്ട്. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇതിനെ ചൊല്ലിയിട്ട് ഇനി വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൾ അതിന് വേണ്ടിയിട്ടാണ്, ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ നിങ്ങൾ പറയണവർക്ക് പറയാം. ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പൊ അവിടെ പോയത് ഒരു പയ്യന്റെ ഭാവിയല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ഇവര് ശരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹലിൽ പോയി നിക്കാഹ്, ശരിക്കും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവനും ഇവളുമായിട്ട് തമ്മിൽ ചിലപ്പം ഒരു റിലേഷൻ ഉണ്ടായിരുന്നായിരിക്കും. ചിലപ്പം പുള്ളിക്കാരൻ ചിലപ്പം മഹർ കെട്ടിക്കാണും. പക്ഷേ ഇവര് ലീഗലായിട്ടൊരു രീതിയിലും ചിലപ്പം നിക്കാഹ് ചെയ്തിട്ടുണ്ടാവത്തില്ല, രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടാവത്തില്ല. ചിലപ്പോ ആ പേരിലായിരിക്കും ഇവര് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ ഇപ്പം ചിലപ്പോ ഇവള് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇട്ടത് കൊണ്ട് ചിലപ്പോ ഇവര് തമ്മിൽ അടി ഉണ്ടായി കാണും. എനിക്ക് തോന്നുന്നു, മേ ബി എനിക്ക് തോന്നുന്നതാണ് കേട്ടോ പറയുന്നത്. ചിലപ്പോ ഇവര് തമ്മിൽ വഴക്കുണ്ടായി കാണും. ഇവനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുള്ളിക്കാരന്റെ ഭാവിയും കൂടെ അല്ലേ പോകുന്നു. ഫുള്ള് വീഡിയോസും അതും ഇതൊക്കെ വന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് പിന്നെ ചാനലുകളിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഇവനിക്ക് ദേഷ്യം വന്നു കാണും ഓട്ടോമാറ്റിക്കായിട്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞു കാണും ഇനി മേലെ നീ ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇവള് പറയും ഇതൊന്നും പറ്റത്തില്ല, എനിക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്, എനിക്ക് പറ്റത്തില്ല, ഞാൻ നീ പറയുന്ന കേൾക്കത്തില്ല എന്ന്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ചിലപ്പോൾ ഇപ്പൊ പിരിഞ്ഞു കാണും. ഈ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ ഇട്ടത് ചിലപ്പോൾ മഹറൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവള് വീഡിയോ ഇട്ടിട്ട് വെറുതെ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് ഇവര് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് ഇവര് വന്ന് ഇങ്ങനെ കള്ളത്തരം എന്തൊക്കെ ഇതായിരുന്നു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞതെന്ന് അറിയാമോ? പൊന്നളിയോ, ഒരു രക്ഷയില്ലാത്ത ഇന്റർവ്യൂ ആയിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്, ഭാവിയിലേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരെ പറഞ്ഞത്. ഇത്രയും ആൾക്കാര് മണ്ടന്മാരാക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് നിസ്സാരമായിട്ട് മാറ്റി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഇത്രയും നാള് പറഞ്ഞത് ഇവര് ശരിക്കും പറഞ്ഞ കള്ളത്തരത്തിന്റെ ഉസ്താദാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നി ഇവര് തമ്മിൽ ഉടക്കി കഴിഞ്ഞപ്പോ ഇതേക്കും ചിലപ്പോൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി കാണും. അതായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. ആ ദേഷ്യത്തിൽ ഇപ്പൊ വന്നിട്ട് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്കൊരു രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഈ പയ്യനേതാ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കേണ്ട കാര്യം എന്താ?
മനസ്സിലായോ? അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ്. കല്യാണം കഴിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടില്ല എന്ന് ഇവർ പറയുന്നില്ലേ. പിന്നെ എന്തിന് ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് മഹറും കാണിച്ചിട്ട് കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ വീഡിയോയിൽ വന്നിട്ട് സ്വന്തമായിട്ട് അവള് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞു, പിന്നെ അതിന് വേണ്ടിയിട്ട് വേറൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ അടുത്ത വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്തോ അപ്പം എനിക്കൊന്ന് ഈ പുള്ളിക്കാരിക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല. വെറും മണ്ടത്തരല്ലേ കാണിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നത്, ഇവര് വന്നിട്ട് തന്നെ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല, ആൾക്കാരൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ഇതിൽ വന്ന് ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കരുതായിരുന്നു, ഇത് ഒരു മനുഷ്യൻ അറിയരുത്. ഇവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നതിന് എന്തു പറയാന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട കുറെ ആൾക്കാർ ഇവരുടെ വിഷമം കണ്ട് ഒരുപാട് കാശ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാശ് കൊണ്ടാണ് ഇവര് അടിച്ചു പൊളിക്കുന്നതും മഹർ വാങ്ങിച്ചതും ചിലപ്പോൾ ഈ കണ്ട ആണുങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതൊക്കെ ഈ പൈസയാണ്. നിങ്ങളെങ്കിലും ആലോചിക്കുക. ഈ ഷജിത ഷാജിയുടെ സബ്സ്ക്രൈബറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രയോ നല്ല നല്ല ചാനലുകളുണ്ട്, ഈ ഇങ്ങനെയുള്ള കൂതറകളുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടത്. എന്തു ഇത് ഇവര് നല്ലവരെ സപ്പോർട്ട് ചെയ്യുക, അല്ലാണ്ട് ഇങ്ങനത്തെ ഇവര് ആ കാശ് ചിലപ്പോ നിങ്ങൾ അധ്വാനിച്ചയക്കുന്ന കാശായിരിക്കും അവള് കൊണ്ടുപോയി കാണിക്കുന്ന എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല. എന്തിനാണ് വെറുതെ? എത്രയോ പാവപ്പെട്ടവരുണ്ട് വേറുള്ളവര്, അവരെ പോയി സഹായിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കിടന്ന് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു നേരത്തെ മരുന്നിന് വേണ്ടി കരയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയൊക്കെ പോയി സഹായിക്കുക. അല്ലാണ്ട് ഇവരെ സഹായിച്ചിട്ടൊന്നും ഒന്നും കിട്ടാൻ പോകില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ അവര് പറ്റിക്കുകയായിരുന്നു. അതാദ്യം മനസ്സിലാക്കുക. സത്യം പറഞ്ഞ ഇവര് കാണിച്ച ഒരു പോക്കൃത്തരം വേറൊരെണ്ണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖൈസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ട് സംസാരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് നല്ല റീച്ച് ഉണ്ടായത്. ഭയങ്കര റീച്ചായിരുന്നു, ഒരു രക്ഷയില്ലാത്ത റീച്ചായിരുന്നു. അതുവഴി ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അവർക്ക് കിട്ടി. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഖൈസിനെ കുറിച്ച് പറയുന്നത്, എന്റെ വീഡിയോ ഇട്ട് ഭയങ്കര സംഭവമായി, എന്റെ വീഡിയോ വെച്ചിട്ട് ഒരുപാട് റീച്ച് ഉണ്ടാക്കി, കാശ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഖൈസിനെതിരെ ഇട്ട്. പക്ഷെ കൈസ് എന്നിട്ട് കൈസ് അതിനെതിരെയും ഇട്ടായിരുന്നു കേട്ടോ. കൈസ് പറഞ്ഞ് അത് പിന്നെ ഞാനും അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറും മോശം ക്യാരക്ടറാണ് ഈ സ്ത്രീയുടെ. ചിലപ്പോൾ ഇവര് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈ ചാനലിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടൊക്കെ പറഞ്ഞാണ് എന്റെ അവസ്ഥ ഇതാണ്, എനിക്ക് കുറച്ച് പൈസ വേണമെന്നൊക്കെ പറഞ്ഞാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ പൈസ ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ചിലപ്പോൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെയാണോ ഈ കാണിക്കുന്ന ഇവര്. ഈ എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല ഈ കാര്യം. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാര്യം ഇവരോട് എനിക്ക് അറപ്പാണ് തോന്നുന്നത്. ഇപ്പം ഇവരുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ശരിക്കും ഷോക്കായി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂവിൽ ഇന്ന് രാവിലെയും കൂടി ഞാൻ കണ്ടതേ ഉള്ളൂ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ. എന്തൊക്കെയാ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം, ഇവർ ഇന്റർവ്യൂ ചെയ്തതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണോന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ വന്നത്. അപ്പൊ എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൊളാബ് ചെയ്ത് ചെയ്യാന്ന് വിചാരിച്ചു. എന്ത് പറയാനാന്ന് നോക്കണം. ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ, ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ? ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 43,500 രൂപ ഷാജിദയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുണ്ട്. അതിലെ ഡേറ്റ് ആണ് ഞാനത് ഇടാൻ കാരണം. ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. November 13, 2024 8:03, അതായത് പകൽ സമയത്ത്. അപ്പൊ ആ November 13 എന്നുള്ള ഡേറ്റ് മനസ്സിലായല്ലോ. ഇത് 43,500 രൂപ ഷാജിദയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വെച്ചാൽ ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാലയുണ്ടല്ലോ, അത് ഈ ഷറഫലി കൊടുത്തതല്ല, പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. 43,500 രൂപ എന്ന് പറയുന്നത്. ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്. മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷാജിദ ആ മാലയൊക്കെ ഇട്ട് അയച്ചു കൊടുത്ത, അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നത്. ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കണ്ടേ, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു, അതിന് 11,000 രൂപ വേണം, അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത്. അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയൂടെ കേട്ടു നോക്കാം.
ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? ഞാൻ പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ട് എങ്ങനെയാണല്ലോ? കണ്ടോ, ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേന്ന് ഷാജിദ ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട്. റഹൂക്ക് എന്ന് ഷാജിദ പറയുന്നുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത്, റഹൂക്ക് എന്ന് നമ്മുടെ ഷാജിദയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ഞാനല്ല ചോദിച്ചത്, നിങ്ങള് അവിടെ നിന്ന് നാട്ടിക്ക് എപ്പോഴും വരാം? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരണമെന്നുണ്ടെങ്കിൽ നിക്കാതിന് കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. അവരുടെ വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടില് കഴിച്ചിട്ട് നിങ്ങളെ വീട്ടില് താമസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിൽക്കാൻ വെച്ചാൽ സമാധാനത്തിൽ നിങ്ങളെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട്. എനിക്ക് അതൊന്നും മാറ്റി കിട്ടണം. എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാല് എനിക്ക് പറയാനൊരാളുണ്ട്, ആള് വേണം എനിക്ക്. അത് മാത്രല്ല, എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മൾ കൂടെ വേണം. അത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിലേ ജീവിതം വേസ്റ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടില്ലേ, ചരിത്രം വരെ പുറത്തായി. ഷാജിദ ഷാജിയുടെ ചരിത്രം വരെ എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ് കാര്യം. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സത്യത്തിൽ തോന്നുന്നത്? ഒരു മനുഷ്യ കല്യാണത്തിന് വേണ്ടിയിട്ട് കാശ് അയച്ചു കൊടുത്തതാണ്. ഒരുപാട് കള്ളക്കളികൾ നടക്കുന്നുണ്ട്. ഇതിപ്പോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറയുവാണ്, ഇതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഇനി നാളെ വരാമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്തായാലും നാളെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള വീഡിയോ വരും. ഇതിപ്പോ ഞാനിപ്പോ ജസ്റ്റ് ചെയ്യുന്നതാണ്, സത്യമായിട്ടുള്ള വീഡിയോ വരും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഞാനിനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരെ സപ്പോർട്ട് ചെയ്ത ആരെങ്കിലും ഇനി എന്റെ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താഴത്ത് കമന്റ് ചെയ്യുക. നിങ്ങൾ അത് തിരുത്തി എന്നും പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ, ഇവളെ പോലുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ക്രൂവൽ മൈൻഡാണ് പുള്ളിക്കാരിയുടെ. കാര്യം അവര് കാശുണ്ടാക്കുന്നത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. എന്നിട്ട് കാര്യം എന്താ വെച്ചാൽ ഓരോരുത്തരെ പറ്റിക്കുവാണ് ചെയ്യുന്നത്. നമ്മളെ വരെ ഈ സബ്സ്ക്രൈബേഴ്സിനെ വരെ അവർ പറ്റിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പോലുള്ളവരെ വളർത്താൻ പാടില്ല നമ്മള്. കാര്യം ഇവര് പറയുന്നുണ്ട് എന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തെളിവ് സഹിതം കേട്ടല്ലേ. ഇനിയെങ്കിലും അയച്ചു കൊടുക്കാതിരിക്കുക. കാശ് അയച്ചു കൊടുത്തവരെന്തായാലും പോട്ടെ, ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം. പക്ഷെ കാശ് അയച്ചു കൊടുത്ത് ഇനിയും വഞ്ചിതരാവാതിരിക്കുക. കാര്യം ഒറിജിനൽ ആണോ അല്ലയോ എന്നൊക്കെ നോക്കി ആൾക്കാരെ സഹായിക്കാൻ ഇറങ്ങുക. അല്ലാണ്ട് പിന്നെ ഇതുപോലെ ഒരാൾ വന്ന് വീഡിയോയിൽ ഇങ്ങനെ കരഞ്ഞും കൂടിയും പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യരുത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മള് എത്ര രൂപയാണ് അധ്വാനിച്ചുണ്ടാക്കുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നത്. അതിങ്ങനെയൊന്നും കൊണ്ട് കളയാനുള്ളതല്ല. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.